വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മതപരമായും തത്വദർശനങ്ങളുടെ ആശയങ്ങൾ വഴിയായും പ്രചരിപ്പിക്കുന്നത് സഞ്ചാരകരായ ഗുരുക്കന്മാരും ശിഷ്യരും വഴിയായിട്ടായിരുന്നു. ഇന്ന് നമുക്ക് മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനുണ്ട്. അതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ യാത്ര ചെയ്തിരുന്ന ഗുരുക്കന്മാരും ശിഷ്യന്മാരുമൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. യേശു 12 അംഗ സംഘത്തെ തിരഞ്ഞെടുക്കുന്ന രംഗവുമായി ഈ രംഗത്തിന് അടുത്ത സാമ്യമുണ്ട്. 2 രംഗങ്ങളിലും യേശു ശിഷ്യന്മാരെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. മലമുകളിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു എന്നാണ് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. 6ഉം 7ഉം വാക്യങ്ങളിൽ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുക്കുന്നു. അവർക്ക് പ്രത്യേകമായ ദൗത്യം കൊടുത്തുകൊണ്ട് അയക്കുന്നതായി നാം കാണുകയാണ്. രണ്ട് രംഗങ്ങളിലും ഈശോ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിക്കുകയാണ്. പ്രസംഗിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുമാണ് അവിടുന്ന് അവരെ ചുമതലപ്പെടുത്തി അയക്കുന്നത്. 2 പേരെ വീതം അയക്കുന്നതിലൂടെ അന്നത്തെ 2 പേർ ഒരാൾക്ക് മെച്ചമാണെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൂടുതൽ മെച്ചമായി അധ്വാനിക്കുവാൻ കഴിയും. ഒരുവൻ വീണാൽ അവരന് ത്യജിക്കാനാവില്ല. യഹൂദ രീതിയാണ് യേശു അനുവർത്തിച്ചത്. ഒറ്റയ്ക്കാണെങ്കിൽ കീഴ്പ്പെടുന്നു, 2 പേരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ചെറുക്കാൻ കഴിയും. അതാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്.
സാക്ഷ്യം വഹിക്കുവാൻ 2 പേരുടെ സാന്നിധ്യം ആവശ്യമാണ്. തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കുവാൻ ഒരു സാക്ഷി പോരാ. 2-3 സാക്ഷികളുടെ മൊഴി ആവശ്യമാണ്. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം അംഗീകരിക്കപ്പെടുന്നത് 2 പേരുടെ സാക്ഷ്യം ആവശ്യത്തിൽ ആദിമസഭയിൽ നിലവിലിരുന്ന പ്രേക്ഷിത പ്രവർത്തന രീതി ഇവിടെ പ്രതിഫലിക്കുന്നു. പത്രോസും യോഹന്നാനും കൂടി പോകുന്നതായി നടപടി പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നു. ബർന്നബാസും പൗലോസും നടപടി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ശിഷ്യർ ദൈവശാസ്ത്രം പ്രഘോഷിക്കുകയും അവരുടെ സന്ദേശത്തിൻ്റെ ആധികാരികത തെളിയിക്കുവാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ആ സംഭവമാണ് കാണാൻ കഴിയുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മർക്കോസ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ശിഷ്യരിൽ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ശക്തിയുടെ ഏറ്റവും ശക്തമായ ആവിഷ്കാരം എന്ന നിലയിലാണ് ബാധയൊഴിക്കൽ പരാമർശിച്ചിരിക്കുന്നത്. അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ ശക്തിയുള്ളവർക്ക് മറ്റെന്തെല്ലാം സാധിക്കും എന്നുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യാത്രയ്ക്കെന്ന വാക്കിന് ഗ്രീക്കിൽ വഴി, ഹോദോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോദോസ് വഴി എന്ന പദം മർക്കോസിൽ ശിഷ്യത്വത്തിൻ്റെ വഴിയായിട്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിനെ തുടർന്ന് വരുന്ന നിർദ്ദേശങ്ങളെ ഒരു യാത്രയ്ക്കുള്ള നിർദ്ദേശങ്ങൾ എന്നതിനേക്കാൾ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളായിട്ട് വേണം കാണാൻ. വടി മലമ്പ്രദേശത്തെ യാത്രയിൽ താങ്ങിനും സംരക്ഷണത്തിനും വടി പ്രയോജനപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. പഴയ നിയമത്തിൽ വടി അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടയാളമാണ്. മോശ ഭാര്യയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോകുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. അവർ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു. അപ്പോൾ വടി അധികാരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരടയാളമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇന്നത്തെ ആവശ്യത്തിനുള്ളതാണ്. അപ്പം നാളത്തേക്ക് കരുതി വയ്ക്കുവാനല്ല, ഇന്നുള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി, സന്തോഷം, ഗീവ് ടിൽ ഇറ്റ് ഹേർട്സ് യു എന്ന് മദർ തെരേസ പറയുന്നത് പോലെ കൊടുക്കുന്നതിൻ്റെതായ കുറവ് അനുഭവപ്പെട്ടുകൊണ്ട് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ. സഞ്ചി നാളത്തെക്കുറിച്ച് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അരപ്പട്ട പണസഞ്ചി, അത് ഉപയോഗിക്കുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങുന്നതിനുള്ള പണം സൂക്ഷിക്കുവാനായിട്ടാണ് അരപ്പട്ട അവർ ഉപയോഗിച്ചിരുന്നത്. ഒന്നും എടുക്കരുത് എന്ന നിർദ്ദേശം ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള ക്ഷണമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. അവനെല്ലാം നമുക്ക് ആവശ്യത്തിന് ചെയ്തു തരും. 23-ാം സങ്കീർത്തനം, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. രണ്ടാമത്തെ ഉടുപ്പ് മേലങ്കിയെ സൂചിപ്പിക്കുകയാണ്. രാത്രികാലങ്ങളിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് മേലങ്കി ധരിക്കുന്നത്.
മേലങ്കി വേണ്ട എന്ന നിർദ്ദേശം, ഓരോ രാത്രിയും ഒരു താമസ സ്ഥലം ദൈവം ഒരുക്കിത്തരും എന്ന ദൈവാശ്രയ ബോധത്തോടെ പോകാനുള്ള ആഹ്വാനമാണ്. ശിഷ്യർ തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തരാകുവാൻ പാടില്ല. ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വഴി ദൈവം തന്നെ ഒരുക്കുമെന്ന വിശ്വാസമാണ് അവർ കൂടെ അനുഭവിച്ചിരുന്നത്. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി സമയം ചെലവഴിച്ച് പ്രഘോഷണത്തിലുള്ള സമയം നഷ്ടപ്പെടുത്തരുത്. യാത്രയ്ക്കായിട്ടുള്ള ഒരുക്കമെന്ന് പറയുമ്പോൾ നാളെക്കുറിച്ചുള്ള ആകുലതയൊക്കെയാണ്. ഓരോ ദിവസത്തിനും അതാത് ദിവസത്തിൻ്റെ ക്ലേശം മതി. കർത്താവെ, ഇന്ന് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസ് ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലെ നാം ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. കർത്താവിൻ്റെ സമാധാനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു വിളിയാണല്ലോ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഭവനത്തിൽ തന്നെ താമസിക്കുകയും പ്രഘോഷണവും പ്രവർത്തനവും തീരുന്നതുവരെ ആ വീട് വിട്ട് പോകരുത്. മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വീടുകളിലേക്ക് താമസം മാറ്റിയാൽ അവർ സ്വഗലോപലരും അത്യാഗ്രഹങ്ങളുമായി പരിഗണിക്കപ്പെടും. സുഖലോലുപതയും അത്യാഗ്രഹവും ഇന്ന് സമസ്ത മേഖലകളെയും ബാധിക്കുന്നുണ്ട്. സൽപ്പേര് നഷ്ടപ്പെടുന്നത് പ്രവർത്തനത്തിൻ്റെ ഫലദായകത്വത്തെ ദോഷകരമായി ബാധിക്കും. പാദങ്ങളിലെ പൊടി തട്ടിക്കളയുക. ആരെങ്കിലും ശിഷ്യരെ സ്വീകരിക്കാതിരുന്നാൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ പാടില്ല. നെഹമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം വസ്ത്രം കുടയുന്നത് തള്ളിക്കളയുന്നതിൻ്റെ പ്രതീകമാണ്. വസ്ത്രം കുടയുന്നതിനേക്കാൾ ശക്തമായ പ്രതീകാത്മകമായ പ്രവൃത്തി കൊണ്ട് കാലിലെ പൊടി തട്ടുക എന്നത്. ഏതെങ്കിലും കാര്യത്തിന് വിജാതീയ പ്രദേശങ്ങളിൽ പോകേണ്ടി വന്നാൽ തിരിച്ച് ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ കാലിലെ അശുദ്ധമായ പൊടി യഹൂദർ അവിടെ തട്ടിക്കളയുമായിരുന്നു. സുവിശേഷം സ്വീകരിക്കാത്തവർ വിജാതീയരെ പോലെയാണ്. ദൈവരാജ്യത്തിൽ നിന്നവർ തിരസ്കൃതരാകുന്നു. പൊടി തട്ടുക എന്ന പ്രതീകാത്മകമായ പ്രവൃത്തി കുടുംബാംഗങ്ങളെ ഒരു വീണ്ടുവിചാരത്തിന് വിധേയരാക്കുന്നു. ശിഷ്യരുടെ ശുശ്രൂഷകൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ്. ഈശോയുടെ ശുശ്രൂഷയിലാണ് ശിഷ്യരും പങ്കുചേരുന്നത്. കർത്താവിൻ്റെ അധികാരത്തിൻ്റെയും ശുശ്രൂഷയിലും നിന്നുമാണ് സഭയുടെ പ്രേക്ഷിത തത്വം ഉത്ഭവിക്കുന്നത്. കർത്താവിൻ്റെ അധികാരത്തിലും ശുശ്രൂഷയിൽ നിന്നുമാണ് സഭയുടെ പ്രേക്ഷിതത്വം ആരംഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, 1091 മുതൽ 1153 വരെ ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജനിച്ച വിശുദ്ധ ബെർണാഡ് തമ്പുരാൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോട് ഏറെ സഹകരിച്ച ഒരു വ്യക്തിയാണ്, ഒരു വിശുദ്ധനാണ്. ഫ്രാൻസിലെ ഫോണ്ടെയിൻ ലെസ് ഡിജോൺ എന്ന സ്ഥലത്ത് ടെസലിൻ ഡെ ഫോണ്ടെയിൻ അലേദെ ഡെ മോൺട്രാഡ് എന്നീ മാതാപിതാക്കളിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നത്. ഫ്രാൻസിലെ പ്രശസ്തമായ ബുർഗുണ്ടി പ്രഭു കുടുംബത്തിൽപ്പെട്ട മാതാപിതാക്കൾ അവരിൽ
7 മക്കളിൽ മൂന്നാമത്തവനായിരുന്നു വിശുദ്ധ ബെർണാഡ്. 1991 9ാമത്തെ വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ചാറ്റലോൺ സൂർ സിയേൻ എന്ന സ്ഥലത്തെ സ്കൂളിൽ ചേർന്നു. സാഹിത്യ മേഖലകളിൽ വളരെ താല്പര്യം തോന്നിയ അദ്ദേഹം പ്രത്യേകിച്ച് കവിതയിൽ താല്പര്യമെടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. വേദപുസ്തക സംബന്ധമായ പഠനത്തിലേക്ക് താല്പര്യം കാണിച്ചു. ദൈവമാതാവിനോട് പ്രത്യേക മമത കാണിച്ചു. സ്വർഗീയ രാജ്ഞിയായി ദൈവമാതാവിനെ വിശേഷിപ്പിച്ചു. സ്കോളാസ്റ്റിക് ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവമാതാവിനെ യുക്തിയുടെ തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ ബെർണാഡ് ദൈവമാതാവിനെ വ്യക്തിത്വപരവും ഹൃദയപരവും ആയ സമീപനത്താൽ ദൈവജനത്തിന് കൂടുതൽ പ്രാപ്തയാക്കി. ബെർണാഡിന് 19 വയസ്സുള്ളപ്പോൾ തൻ്റെ മാതാവ് ദിവംഗതയായി. യൗവനത്തിൻ്റെ ആകർഷകത്വവും പ്രലോഭനങ്ങളിലും വ്യാപരിക്കാതെ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ചിലവഴിക്കുന്നതിന് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ ബെർണാഡിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. നിഷ്കളങ്കമായ ജീവിക്കാനും കയ്യിൽ കിട്ടിയതെല്ലാം ധർമ്മം കൊടുക്കാനും ബെർണാഡിന് ഒരു മടിയും ഇല്ലായിരുന്നു. പ്രധാനമായിട്ട് കിട്ടുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔദാര്യത്തോടെ കൊടുക്കുവാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 23ാമത്തെ വയസ്സിൽ തൻ്റെ സഹോദരങ്ങളോടൊപ്പം ബെർണാഡ് സൈറ്റോ എന്ന് പറയുന്ന ആശ്രമത്തിൽ പ്രവേശിച്ചു. ആ ആശ്രമത്തിലായിരുന്നപ്പോൾ ഓരോ ദിവസവും വിശുദ്ധ ബെർണാഡ് തന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, ബെർണാഡേ നീ എന്തിന് ഇവിടെ വന്നു? 3 വർഷത്തെ ആശ്രമ ജീവിതത്തിന് പരിശീലനം ബെർണാഡിനുണ്ടാക്കിയ ആധ്യാത്മിക പുരോഗതിയിൽ സംതൃപ്തി തോന്നിയ ആശ്രമാധികാരികൾ ക്ലെയർവോയിൽ പുതുതായി ആരംഭിക്കുന്ന ആശ്രമത്തിൻ്റെ ആവട്ടായി നിയമിച്ചു. 37 വർഷം ക്ലെയർവോയിൽ ആശ്രമത്തിൻ്റെ ആവട്ടായി അദ്ദേഹം ശുശ്രൂഷിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ജർമ്മനി, സ്വീഡൻ, അയർലൻഡ്, ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങളിലായി 136 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ബെനഡിക്റ്റൻ നിയമങ്ങൾ ഒന്നുകൂടി പ്രാബല്യത്തിലായി. അതിനാൽ ബെനഡിക്റ്റൻ സഭയുടെ ദ്വിതീയ സ്ഥാപകൻ എന്ന പേര് വിശുദ്ധ ബെർണാഡിന് ലഭിച്ചു. ബെർണാഡ് ആരംഭിച്ച സിസ്റ്റേർഷ്യൻ സഭയുടെ പ്രസിദ്ധ ശാഖയാണ് ട്രാപ്പിസ്റ്റ്. എവ്ജീനിയൻ 3-ാമൻ മാർപ്പാപ്പയാണ് ബെർണാഡിൻ്റെ മഹാനായ ശിഷ്യനായി മാറിയത്. മാർപ്പാപ്പായതിനു ശേഷം അദ്ദേഹം ബെർണാഡിൻ്റെ ഉപദേശം ആവശ്യപ്പെട്ടിരുന്നു. ഭാരിച്ച ജോലികൾക്കിടയിലും ധ്യാനം മുടക്കരുത് എന്നായിരുന്നു പ്രധാന ഉപദേശം. ആശ്രമത്തിൻ്റെ ഏകാന്ത ജീവിതം ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹം അക്കാലത്തെ സാമൂഹിക വിഷയങ്ങളിലും ഇടപെടേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ച് 2ാം കുരിശ് യുദ്ധത്തിൻ്റെ ആ അവസരത്തിൽ പ്രസംഗിക്കുവാനും സജ്ജീകരിക്കുവാനും ബെർണാഡ് നിയമിതനാവുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഭക്തനായിരുന്നു വിശുദ്ധ ബെർണാഡ്. അദ്ദേഹം രചിച്ച പ്രാർത്ഥന, എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം അപേക്ഷിച്ച് നിൻ്റെ മാധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞി, ദയുള്ള മാതാവേ,
ഇപ്രകാരമുള്ള വിശ്വാസത്താൽ ധൈര്യം പ്രാപിച്ച് തൃപ്പാദത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. പാപിയായി ഞാൻ നെടുവീർപ്പോടും കണ്ണുനീരോടും ദയാധിക്യത്തെ പ്രതീക്ഷയോടും തിരുസന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ നിരസിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥന രചിച്ചത് വിശുദ്ധ ബർനാർഡാണ്. ആശ്രമത്തിൽ ചേരുവാൻ വരുന്നവരോട് ദൈവം ഇപ്രകാരം പറയുമായിരുന്നു: ഇവിടെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിൽ നിന്നും കൊണ്ടുവന്ന ശരീരം വാതുക്കൽ വയ്ക്കട്ടെ. ഇവിടെ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ സ്ഥലമുള്ളൂ. ഈ ദൃശ്യമായ തീഷ്ണത അദ്ദേഹത്തിന് ആരോഗ്യത്തിന് ക്ഷതം വരുത്തി. 62-ാമത്തെ വയസ്സിൽ സംഭവബഹുലമായ ആ ജീവിതത്തിന് തിരശ്ശീല വീണു. പ്രിയ സഹോദരങ്ങളെ, യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ പ്രതിനിധികളായി അയക്കുന്ന ഈ ഭാഗത്ത് വിശുദ്ധ ബർനാർഡ് എപ്രകാരം സഭയുടെ ശുശ്രൂഷയിൽ പങ്കാളിയാകാം എന്ന് ചിന്തിച്ചുകൊണ്ട് ബോധപൂർവമായി അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദിമസഭയിൽ നിലവിലിരുന്ന പ്രേക്ഷിത ജീവിതശൈലി തുടർന്നുകൊണ്ട് പോകുവാൻ ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ്. രണ്ടുപേരായി പ്രവർത്തനങ്ങൾക്കായിട്ട് അയക്കുമ്പോൾ അത് എന്തുമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് യേശുതമ്പുരാൻ അവരെ ചുമതലപ്പെടുത്തി അയക്കുന്നത്. കാരണം അവർ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സാക്ഷ്യം നിറവേറ്റുവാനുള്ള പ്രവർത്തനങ്ങളായി അതിനെ കാണണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ വേലക്കാരൻ അവൻ്റെ കൂലിക്ക് അർഹനാണെന്ന് നാം വായിക്കുന്നത് പോലെ അവിടെ സുരക്ഷിതത്വം വേണ്ട എന്നല്ല, വടിയൊന്നും എടുക്കണ്ട, സഞ്ചി എടുക്കണ്ട, അപ്പം വേണ്ട, അരപ്പട്ട വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നും എടുക്കരുത്, രണ്ടാം മുണ്ട് പോലും എടുക്കാൻ, മേലങ്കി എടുക്കാൻ പോകരുത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? അവിടെ ദൈവത്തെ അനുകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തെ വിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ മറന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ളവരല്ല നാം. അതിന് വിശുദ്ധ ബർനാർഡ് നമുക്ക് കാണിച്ചിരുന്ന മാതൃക, പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു വലിയ മാതൃകയാണ്. അങ്ങനെ വിശുദ്ധ ബർനാർഡ് തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഭക്തനായി ജീവിച്ചു. അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചിട്ടില്ല. ആ ഒരു ബോധ്യത്തോടു കൂടി ധീരതയോടെ മുൻപോട്ട് പോകുവാൻ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ ബർനാർഡിൻ്റെ മധ്യസ്ഥതയിൽ നമുക്കും കുടുംബങ്ങൾക്കും കൂട്ടായ്മയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.